എൻ്റെ പേര് ദീപ. എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്. ഞങ്ങളുടേത് ഒരു കുഞ്ഞു വീടാണ്. ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും പിന്നെ ഞാനും സഹോദരിയും മാത്രമുള്ള ഒരു വീട്. ഭർത്താവിൻ്റെ സഹോദരിയാണെന്നുണ്ടെങ്കിൽ എന്നേക്കാൾ ഏകദേശം ഒരു 8 വയസ്സിന് 9 വയസ്സിന് ഇളയതാണ്. അന്നത്തെ ദിവസം രാത്രിയിൽ ഞാനും അവളും പിന്നെ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നു. ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ഭർത്താവിൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ അവളുടെ കുറ്റങ്ങളും പിന്നെ അവളുടെ പഠിത്തക്കാര്യങ്ങളും അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയായിരുന്നു. എന്നോട് ആ ഒരു കാര്യങ്ങളൊന്നും പറയുന്നത് അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഞാനെല്ലാം കേട്ടിരുന്നതിന് ശേഷം ഭക്ഷണം കഴിച്ച ആ പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് പോയി. ഭർത്താവിൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രായമുള്ള മനുഷ്യനാണ്. അമ്മയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ. രണ്ടുപേരും ജോലിയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് അവരുണ്ടായിരിക്കത്തില്ല വീട്ടിൽ. പിന്നെ പിന്നെ ഭർത്താവിൻ്റെ സഹോദരിയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പഠിക്കാനായിട്ട് പോകും. പിന്നെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പുസ്തകങ്ങളോ ടി വിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിട്ടിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബോറടിക്കും. ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. പക്ഷേ അത്രയും കൂടുതലായിട്ട് വിളിയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഒരു ദിവസം ഉച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. ഇന്നലെ കൃഷി ഓഫീസിൽ നിന്നും ഭർത്താവിൻ്റെ അച്ഛൻ കൊണ്ടുവച്ച ഒരു ചെറിയ വിത്തും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അത് കൊണ്ടുവന്നിട്ട് അയ്യത്ത് കൊണ്ടുപോയി നടണം എന്ന് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞാൻ അവിടേക്ക് നടന്നു പോകുമ്പോൾ 2 പേര് അയ്യത്തിങ്ങനെ നിൽക്കുന്നതൊക്കെ എനിക്ക് തോന്നി. അത് ഒന്ന് ഭർത്താവിൻ്റെ സഹോദരിയായിരുന്നു. പിന്നെ രണ്ടാമത്തെ ആൾ അതൊരു പയ്യനായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പന്തികേട് പോലെ തോന്നി. അവർ 2 പേരും ഒരു ചെറിയ മരത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രണയസലാപങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ അവിടേക്ക് ചെല്ലാനൊന്നും മടിച്ചു. പക്ഷേ ആ ഒരു രംഗങ്ങളും കാര്യങ്ങളൊക്കെ അമിതമായി തുടങ്ങി എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ അവിടേക്ക് ചെന്നു. എന്നെ കണ്ട സമയത്ത് തന്നെ അവനും അവളും ഒന്ന് പേടിച്ചു. ശേഷം ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ അവളുടെ മുഖത്താണെന്നുണ്ടെങ്കിൽ നല്ല ഭയവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവനും അതേപോലെ തന്നെ. ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് പൊട്ടിത്തെറിച്ചു. എന്താണ് നിങ്ങളിവിടെ കാണിക്കുന്നത്? നിങ്ങൾക്കെന്താ പരിസരബോധം കാര്യങ്ങളൊന്നുമില്ലേ? ആരാണിവൻ എന്ന് ചോദിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ചിക്കനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ കാലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഒന്നും പറയില്ലേ ചേച്ചി, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ആ സമയമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയെ ഞാനൊന്ന് തുറച്ചു നോക്കി. എന്താണ് ഈ കാണിക്കുന്നത് എന്നായിരുന്നു അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ. അവളാണെന്നുണ്ടെങ്കിലും സാധാരണഗതിയിൽ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുമെങ്കിലും ഈ ഒരു കാര്യത്തിലാണെങ്കിൽ അവളും കെഞ്ചുകയായിരുന്നു. അതൊന്നും അമ്മയോടും അച്ഛനോടും പറയരുത്, പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും പറയരുത്. അതായിരുന്നു അവളുടെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് തന്നെ ഞാൻ ദേഷ്യപ്പെട്ട് 2 പേരടുത്തും പറഞ്ഞു, ഇത് ഞാൻ നേരത്തെ തന്നെ ഇവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഈ ഒരു സംസാരം കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് തന്നെ എനിക്കൊരു പന്തികേട് തോന്നി. ആ ടൈമിലായിരുന്നു ഞാൻ അവിടെ നടന്നു വരുന്നത്. ഇതെല്ലാം ഓവറാകുന്നു എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിങ്ങൾ 2 പേരും ഇപ്പോൾ പഠിക്കുന്ന പ്രായമല്ലേ? ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത് എന്നൊക്കെ ഞാൻ തന്നെ നന്നായിട്ട് ദേഷ്യപ്പെട്ടു. അവനാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് എൻ്റെ അടുത്ത് കരയുന്നത് പോലെ കെഞ്ചുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു നിമിഷം തന്നെ അവരോട് 2 പേർക്കും കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ കല്യാണ സമയത്ത് നിങ്ങൾക്ക് അത് ഞാൻ സാധിച്ചു തരാം. അല്ലാതെ ഇങ്ങനെ കാണാൻ പറ്റില്ല. കാരണം ഇത് ഒരു പ്രണയം എന്നെനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഇത് പരിധി വിട്ടു പോകുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ പിള്ളേരാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് 2 പേരടുത്തും ഞാനൊന്ന് താക്കീത് ചെയ്തു. അങ്ങനെ ആ ദിവസം 2 പേരടുത്തും ഒന്ന് തറപ്പിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ അവളെയും വിളിച്ചുകൊണ്ട് വീട്ടിനകത്തോട്ട് കയറി. ശേഷം അവളോട് ചോദിച്ചപ്പോൾ തന്നെ അവൾ പറഞ്ഞു തൊട്ടടുത്തുള്ള പയ്യൻ തന്നെയാണ്. പക്ഷേ ഞാൻ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവനെക്കുറിച്ച് വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അവനെ. കാണാനൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ വീണ്ടും അവളുടെ അടുത്ത് ആവർത്തിച്ച് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പെട്ടെന്നൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പയ്യൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ ഭൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. അമ്മയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലുണ്ടായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ സിറ്റൗട്ടിൽ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ ഒരു കൂസലുമില്ലാതെ കയറി വരുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല ദേഷ്യം തോന്നി. ആ സമയം ഭർത്താവിൻ്റെ അച്ഛൻ അവൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ, മേളിലാണ് കേട്ടോ ഇലക്ട്രിക്കലും പണിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മേളിലേക്ക് കയറി പോവുകയും ചെയ്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, ഇവനെന്താ അകത്തോട്ട് കയറ്റി വിട്ടത് എന്ന് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, അതെ അവനിവിടെ പണിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്.
അവനത് കഴിഞ്ഞിട്ട് പൊക്കോളും, മോളതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട എന്നായിരുന്നു പറഞ്ഞത്. ആ സമയത്ത് മറ്റൊരു കാര്യവും അവരുടെ അടുത്ത് എനിക്ക് പറയാൻ തോന്നിയില്ല. അവനാണെന്നുണ്ടെങ്കിൽ മേളിൽ വന്നതിന് ശേഷം എൻ്റെ ആ ഒരു മുറിയിലുണ്ടായിരുന്ന ഇലക്ട്രിക്കൽ വയറും കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഒന്ന് സ്ട്രിക്റ്റായിട്ട് തന്നെ നിന്നു. കാരണം അവൾ ആ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കി. ശേഷം ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഇത് തന്നെയാണോ പണിയും കാര്യങ്ങളും, പഠിത്തമൊന്നുമില്ലേ എന്ന് ചോദിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞു, ചേച്ചി ഞാൻ പാർട്ട് ടൈമായിട്ട് ഇതൊക്കെ പഠിക്കുന്നൊക്കെയുണ്ട്. ഇലക്ട്രിക്കലിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് കാര്യങ്ങളൊക്കെ പഠിക്കാമല്ലോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പിന്നെ ഇതൊക്കെ കുറച്ച് വശമായിട്ട് നോക്കുന്നുണ്ട് ചേച്ചി എന്നൊക്കെ അവൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനെല്ലാം മൂളി കേട്ടു. ആ സമയം അവൻ എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കണ്ടിട്ടില്ല, ഇടയ്ക്ക് സംസാരിക്കും, അതൊരു തെറ്റല്ലല്ലോ ചേച്ചി എന്ന് തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെ അവൻ്റെ ആ നിഷ്കളങ്കമായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ പ്രണയവും കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ അതിൽ ഒരു ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ എപ്പോഴും വേണം. പക്ഷേ ഇപ്പോഴത്തെ പ്രണയവും കാര്യങ്ങളൊക്കെ അറിയാലോ, ഇന്ന് ഒരു ഡ്രസ്സ് മാറുന്ന പോലെയാണ് പ്രണയവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ആവാൻ പാടില്ല എന്നെനിക്കുണ്ട് എന്ന് ഞാൻ അവനോട് പറയുന്ന സമയത്ത് അവൻ എൻ്റെ അടുത്ത് കയ്യിൽ കുമ്പിട്ടെന്ന് പറഞ്ഞു, ചേച്ചി ചേച്ചി വിചാരിക്കുന്ന പോലെ ആ ഒരു പ്രണയവും കാര്യങ്ങളൊന്നുമല്ല. ഞങ്ങളുടെ പ്രണയം ഏകദേശം ഒരു ടൈം പാസ് തന്നെയാണ്. ഞാൻ അവളുടെ അടുത്തത് പറഞ്ഞിട്ടുണ്ട്, അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രണയിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമൊന്നും ആർക്കും തടയാൻ പറ്റില്ലല്ലോ. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെയാണ്, ശരിയാണ്, പക്ഷേ ഞങ്ങൾക്കും ചില ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ. എല്ലാ പ്രണയങ്ങളും കല്യാണത്തിൽ തന്നെ അവസാനിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ചേച്ചി എന്നവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ദേഷ്യം വന്നു എന്നുണ്ടെങ്കിലും അവളും ആ ഒരു കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുന്നവളാണ്. ആ എന്തേലും ആവട്ടെ, അവരായി അവരുടെ പാടായി, ഞാനൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. പക്ഷേ ആ ഒരു ദിവസം മുതലാണെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് കൂടുതൽ കൂടുതൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. അന്ന് ഫാൻ റിപ്പയർ ചെയ്യാൻ വീട്ടിലേക്ക് വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കൂടുതൽ എൻ്റെ അടുത്ത് മിണ്ടാൻ വരുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ നല്ലൊരു പയ്യനാണ്, ഹാൻസമാണ്. പക്ഷേ അവൾക്കും ഇവനും തമ്മിൽ ഒന്ന് കല്യാണം കഴിച്ചാലെന്താ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. പെട്ടെന്ന് ആ ഒരു ഇലക്ട്രിക്കൽ പണിയും ഫാനും കാര്യങ്ങളൊക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് കഴിഞ്ഞ സമയത്ത് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാമോ എന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തുകൊണ്ട് വരാം, നീ ഇങ്ങോട്ട് പോകരുത്, ഇവിടെ തന്നെ കാണണം എന്ന് പറയുന്ന സമയത്ത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടും പോകില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു പുഞ്ചിരിയോടെ താഴേക്ക് പോയി അടുക്കളയിൽ നിന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടെന്ന് അവന് വന്നുകൊണ്ട് കൊടുത്ത സമയത്ത് അവനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ വാങ്ങിച്ചു. അതുവരെയും ഇല്ലാത്ത ഒരു അടിവയറ്റിലെ കുളിര് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്ന് അവൻ കണ്ണിൽ ഇങ്ങനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് വാങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഭയവും പിന്നെ മറ്റെന്തൊക്കെയോ ഒരു തോന്നൽ പോലെ തോന്നും. ആ സമയമാണെന്നുണ്ടെങ്കിൽ എന്തോ ഒന്ന് പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കണ്ണ് വെട്ടിച്ച് മാറ്റി. അവൻ ആ ഒരു വെള്ളവും ഗ്ലാസ്സും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അതിനുശേഷം അത് മുഴുവൻ ദാഹത്തോടെ തന്നെ കുടിച്ച് പെട്ടെന്ന് തന്നെ ആ ഗ്ലാസ് എൻ്റെ കയ്യിൽ തിരികെ തന്നു. ആ സമയം ആ ടൈമിലും അവൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാൻ ആ ടൈമിൽ ആ ഒരു ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അടുക്കളയിലേക്ക് പോയി. ഞാൻ ഗ്ലാസ് വെച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇതാണ് കേട്ടോ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ, ഇവിടെ എന്തെങ്കിലും ഫാനിൻ്റെ പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി. പിന്നെ അവൾക്ക് കാര്യങ്ങൾക്കും എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചേച്ചി വിളിക്കുന്നതാണ് അതിൻ്റെ ഒരു മാന്യതയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടുത്തെ കാരണവർ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തൊക്കെയാണ് അങ്ങനെ ദേഷ്യം പിടിച്ച് അങ്ങനെയൊക്കെ സംസാരിച്ച് കളയും. അതെനിക്കും ഇഷ്ടമില്ല കേട്ടോ, അതുകൊണ്ടാണ് ചേച്ചിയുടെ നമ്പർ തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ താഴേക്ക് ഇറങ്ങി. ആ ദിവസം രാത്രിയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കോള് വരുന്നു, അറിയാത്തൊരു നമ്പറിൽ നിന്ന്, അതും അൺനോൺ നമ്പർ തന്നെ. ആ സമയം ഞാൻ എടുത്തു നോക്കി. ആദ്യം ഒന്ന് മടിച്ചു എന്നുണ്ടെങ്കിലും പിന്നെ ഞാൻ എടുത്തു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവനാണ് വിളിച്ചതെന്ന്. പെട്ടെന്ന് തന്നെ കൊഞ്ചിക്കൊഴിഞ്ഞ് എങ്ങനെയൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, നിനക്ക് എൻ്റെ നമ്പറും കാര്യങ്ങളും എവിടെ നിന്ന് കിട്ടി? അപ്പോൾ തന്നെ അവൻ മറുപടി പറഞ്ഞു, അത് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു, ചേച്ചി എന്നെ ഒന്ന് വിളിച്ചത് പോലുമില്ലല്ലോ നമ്പർ തന്നിട്ട്. അപ്പോൾ തന്നെ ഞാൻ തിരിച്ചു ചോദിച്ചു, അതിനെന്താ ഇപ്പം തന്നെ നമ്പർ കഴിഞ്ഞാൽ ഇപ്പം തന്നെ വിളിക്കണം? ഫാൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നീ വിളിക്കാൻ പറഞ്ഞതല്ലേ എന്ന് അവനോട് ഞാൻ ആ കാര്യം പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് കൂടുതൽ കൂടുതൽ സംസാരിക്കാനായിട്ട് വന്നു. പറയുമ്പോൾ മിക്കതും പറയുന്നത് അവളുടെ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ അതെല്ലാം കേട്ടിരുന്നു. ആ സമയം തന്നെ എനിക്ക് കാര്യം മനസ്സിലായി, അവളാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ചാട്ടക്കാരിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും ഇങ്ങനെ കുറ്റങ്ങളൊക്കെ പറയുമ്പോൾ അവനും ഇതകളൊക്കെ പറയുന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നെനിക്കും തോന്നി.
അന്നത്തെ ദിവസം ഫോൺ വെക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ വിളിക്കാൻ പോകുകയാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ ഫോൺ വെക്കുന്നത്. ആ സമയമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, അവരായി അവരുടെ പാടായി. ഞാൻ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പണി കിട്ടും എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. അവൻ ഫോൺ വെക്കുമ്പോൾ ഏകദേശം ഒരു 9:45 കഴിഞ്ഞിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അവൻ വീണ്ടും എൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അപ്പോൾ തന്നെ അവൻ പറഞ്ഞു, ചേച്ചി ഞാൻ അവിടേക്ക് വരികയാണ് കേട്ടോ, അവൾക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചിയെങ്ങാനും കയറി വന്നു കഴിഞ്ഞാൽ അതൊരു സീനാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ, നേരത്തെയും ഞാൻ അവിടെ വന്നിട്ടുണ്ട്, അപ്പോഴൊന്നും ചേച്ചി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നായിരുന്നു അവൻ പറഞ്ഞത്. ശോ, എന്താണോ പിള്ളേർ കാണിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ വന്ന സമയത്ത് അവൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിയുടെ ലുക്സ് സൂപ്പറാണ് കേട്ടോ, മറ്റൊന്നുമല്ല ഞാൻ ആദ്യം കണ്ട സമയത്താണെന്നുണ്ടെങ്കിലും പിന്നെ ലാസ്റ്റ് വീട്ടിൽ വന്ന സമയത്താണെന്നുണ്ടെങ്കിലും ആ ഒരു ചുരിദാറിലൊക്കെ കാണുമ്പം ചേച്ചി ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്കും പിന്നെ ആ ഒരു കണ്ണെഴുത്തും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എപ്പോഴാണെങ്കിലും ചേച്ചിയെ കണ്ട് പഠിക്കണം, അതേപോലെ തന്നെ ചേച്ചിയുടെ ആ ഒരു പാറ്റേണൊക്കെ അവൾ തന്നെ ഫോളോ ചെയ്യണം എന്നൊക്കെ ഞാൻ അവളോട് തന്നെ പറയാറുണ്ട്. എനിക്കെപ്പോഴും ആ ഒരു ലുക്സും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും ഇഷ്ടപ്പെടാറ് എന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ അടുത്ത് ഒരു ഉപദേശം എന്ന പോലെ പറഞ്ഞു, എടാ നിങ്ങളെ കാണിക്കുന്നത് തെറ്റാണ്, ഈ സമയത്ത് ഇങ്ങോട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലോ അതൊന്നും ശരിയുള്ള കാര്യമല്ല. അപ്പോൾ തന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി അവൾക്ക് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താണ് ചെയ്യുക. അങ്ങനെ അവൻ വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് അതേ കാര്യം തന്നെ പറഞ്ഞു. എന്തേലും ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. പക്ഷേ കുറേ സമയം കഴിഞ്ഞതിന് ശേഷം അവൻ വീണ്ടും എന്നെ ഒന്ന് വിളിച്ചു. ചേച്ചി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പോകുന്നില്ല, എനിക്ക് ചേച്ചി പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് തോന്നി, അവൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് ഫോൺ കട്ട് ചെയ്തു. അന്നത്തെ ദിവസം രാത്രി പിന്നീട് കോളും കാര്യങ്ങളൊന്നും വന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുക്കള വാതിലും അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ റൂമിലാണെങ്കിലും അവളവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷേ ആരും വന്നിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അതെനിക്ക് നല്ലപോലെ മനസ്സിലായി. പിറ്റേ ദിവസം രാവിലെ ആയ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ്റെ കോളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവളാണെന്നുണ്ടെങ്കിൽ മുഖം വാടിയതുപോലെ അവിടെ എല്ലാം നടക്കുന്നുണ്ട്. അവൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോയിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മുഖം വാടി തന്നെ ഇരിക്കുന്നു. എനിക്കാണെങ്കിൽ കാര്യം മനസ്സിലായി. അവളുടെ അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അവളൊന്നും തന്നെ മിണ്ടുന്നില്ല. പിന്നെ ചിലരുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുമുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. പക്ഷേ അവർക്കിതുവരെയും പിടികിട്ടിയിട്ടില്ല. അന്നത്തെ ദിവസം ഏകദേശം ഒരു 9 മണിയായപ്പോൾ അവൻ വീണ്ടും വിളിക്കുന്നുണ്ട്. രാത്രിയിലാണ് കേട്ടോ. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എനിക്ക് ചേച്ചി ഒന്ന് കാണണം ഇപ്പം തന്നെ. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ കിടക്കുന്ന സമയത്താണോ നിനക്ക് കാണേണ്ടത്, അർജൻറ്റാണ് ചേച്ചി, ഇന്നലത്തെ ആ ഒരു പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അവൾക്ക് നന്നായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ബ്രേക്കപ്പ് പറഞ്ഞു. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എനിക്കിപ്പം ചേച്ചിയെ ഒന്ന് കാണണം, എനിക്ക് നന്നായിട്ടൊന്ന് കരയാൻ തന്നെ തോന്നുന്നു, എനിക്ക് ഇപ്പോൾ തന്നെ കണ്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെ അവൻ വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞു, എന്തൊക്കെയായാലും ഞങ്ങൾ അന്ന് കണ്ട സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്ന് നിൽക്കും, ചേച്ചി വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും, എന്തൊക്കെയായാലും ചേച്ചി വരുന്നിടം വരെ ഞാൻ അവിടെ നിന്ന് പോകത്തില്ല, ഇന്ന് രാത്രി ഞാൻ അവിടെ കിടന്നാലും ശരി തന്നെ പോകത്തില്ല, ചേച്ചി വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് നല്ല ദേഷ്യം തോന്നി. അതേപോലെ തന്നെ അവരുടെ ആ ഒരു ബ്രേക്കപ്പിന് ഞാനാണ് കാരണമെന്നും എനിക്കും തോന്നി. അവൻ 9 മണിക്കാണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ പിന്നീട് അവൻ വരുന്ന സമയം ഏകദേശം 10 മണി കഴിഞ്ഞിരുന്നു. അവൻ വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ആ ഒരു മരത്തിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് വിളിക്കുന്നത്. ഞാൻ നിമിഷം പോകണോ വേണ്ടായോ എന്നൊക്കെ ആലോചിച്ചതിന് ശേഷം പിന്നെ പതുക്കെ ഞാൻ ബെഡിൽ നിന്ന് ഇറങ്ങി. ആദ്യം ഞാൻ പോയി നോക്കിയത് അവൾ അവിടെ ഉണ്ടോയെന്നാണ്. അവൾ അവിടെ തന്നെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ ടോർച്ച് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അടുക്കള വാതിൽ വഴിയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ അവിടെ നിൽക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. ഞാൻ അടുക്കള വാതിൽ മെല്ലെ ചാരിയതിന് ശേഷം പെട്ടെന്ന് അവിടേക്ക് നടന്നു. ആ ഒരു ടൈമും ആ ഒരു അയ്യമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ്റെ മുഖത്ത് നല്ലൊരു കണ്ണീരിൻ്റെ നിറമുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഒരു ദേഷ്യത്തോടെ ചെന്നെങ്കിലും അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല. അവൻ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ
അവൻ എൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ഒരു അലറിക്കരയുന്ന പോലെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചേച്ചി അവൾ എൻ്റെ അടുത്ത് ബ്രേക്കപ്പ് പറഞ്ഞു ചേച്ചി. ഞങ്ങൾ ഒന്നും ഒരു ടൈം പാസ് ആണെന്നുണ്ടെങ്കിലും ശരിയെന്നെ, ഞങ്ങൾ നന്നായിട്ട് സ്നേഹിച്ച് വരികയായിരുന്നു. ചേച്ചിയുടെ ഉപദേശവും കാര്യങ്ങളും എല്ലാം വെച്ച് ഞാൻ അവളെ നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ ഒരു സിറ്റുവേഷനും കൊണ്ട് അവൾ എൻ്റെ അടുത്ത് ബ്രേക്കപ്പ് പറഞ്ഞു ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ കരയുകയായിരുന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ ആശ്വസിപ്പിക്കാനായിട്ട് കുറച്ചുകൂടി മുന്നോട്ട് കയറി നിന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കരച്ചിലിൻ്റെ ആ ഒരു ഇത് കൂടി വീണ്ടും അവൻ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. പെട്ടെന്ന് അവനെ കരഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൻ്റെ ആ ഒരു തോളിൻ്റെ താടിയിൽ എൻ്റെ തോളിൻ്റെ ആ ഒരു സൈഡിലേക്ക് വെച്ച് വീണ്ടും കരയാൻ തുടങ്ങി. ആ സമയമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു രാത്രിയിൽ തന്നെ അവൻ എൻ്റെ അടുത്ത് അങ്ങനെ ചാരി നിന്ന് കരയുകയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ആശ്വസിപ്പിക്കാനല്ലാതെ എനിക്ക് മറ്റൊന്നും തോന്നിയില്ല. ഞാൻ അവൻ്റെ ആ ഒരു മുടിയിലിങ്ങനെ തഴുകിയിട്ട് അവൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, എടാ അത് സാരമില്ല, നമുക്കെന്തെങ്കിലും അത് ശരിയാക്കാം. നിനക്കാണെന്നുണ്ടെങ്കിൽ അവളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിനക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ സാധിച്ചു തരാം. അവളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. അതെല്ലാം പറഞ്ഞുകൊണ്ടും അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ കുറച്ചുകൂടി നേറി നിന്ന് അവൻ പൊട്ടി പൊട്ടി കരയുകയാണ്. എനിക്ക് സഹതാപവും സങ്കടവും എല്ലാം തോന്നി. അപ്പോൾ തന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി അവളിനി എൻ്റെ അടുത്തേക്ക് ഇനി വരില്ല, ഞാനൊരു ആണല്ല, ഞാനൊരു പുരുഷനല്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഇന്നലെ വരാൻ ധൈര്യമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞു. ചേച്ചി പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്, അതുകൊണ്ടല്ലേ അവളെന്നെ വിട്ടു പോകുന്നത് എന്നൊക്കെ അവൻ എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് അവനെ തള്ളി മാറ്റാനൊന്നും എനിക്ക് തോന്നിയില്ല. ആ സമയം ആശ്വസിപ്പിക്കാനല്ലാതെ മറ്റൊന്നും നമുക്ക് തോന്നില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ ചില സമയത്ത് ചേച്ചിയെ പൊക്കി പറഞ്ഞുകൊണ്ട് അവളോട് സംസാരിക്കുമ്പോൾ അവൾ അതും മോശമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അവൾക്ക് ഇഷ്ടമേ അല്ല. അതൊക്കെയാണ് അവളുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒന്നിക്കുമെന്ന് തോന്നില്ല, എനിക്കിനി ആരോടും മിണ്ടാൻ പറ്റും ചേച്ചി എന്നൊക്കെ അവൻ പറയുകയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി എന്തൊക്കെയായാലും ഒന്ന് ഒത്തുതീർപ്പാകുന്നവരെ നീ എൻ്റെ അടുത്ത് സംസാരിച്ചു, കുഴപ്പമില്ല, എന്ത് സങ്കടം ഉണ്ടെങ്കിലും നിനക്ക് എന്നോട് പറയാമല്ലോ എന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെ അവൻ എന്നോടായിട്ട് പറഞ്ഞു, ചേച്ചി എനിക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിക്കരയാനായിട്ട് തോന്നുന്നു, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇന്ന് രാവിലെ അവൾ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് നല്ല ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്, എനിക്കൊന്ന് കിടന്നാൽ മതി എന്നൊക്കെ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ നീ വീട്ടിലോട്ട് പോകും, വീട്ടിലേക്ക് വരെ പോകാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ എവിടെയെങ്കിലും വീണു പോകും ചേച്ചി, എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ അവൻ പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇനിയിപ്പം എന്താ ചെയ്യുക. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ അകത്തെങ്കിലും കയറി കിടന്നോട്ടെ, ഇവിടുത്തെ മുറിയും വാതിലും എല്ലാം എനിക്കറിയാം, എനിക്ക് യാതൊരു പ്രശ്നമില്ല, ചേച്ചി ആ വാതിൽ തുറന്നിട്ടാൽ മാത്രം മതി. അത് മാത്രമായിരുന്നു അവൻ റിക്വസ്റ്റ് ചെയ്തത്. അവൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്കും അറിയാതുകൊണ്ട് ഞാൻ എന്തെന്നില്ലാതെ ഒന്നും അറിയാതെ അവനവിടേക്ക് വിളിച്ചു കയറ്റി. അവൻ ആ സമയം എൻ്റെ കൂടെ മുറിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ മുറിക്കകത്തേക്ക് പോയ സമയത്താണെന്നുണ്ടെങ്കിൽ അവന് ഒരു ആശ്വാസമാകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവനെ മുറിയിലേക്ക് കയറ്റി. ശേഷം കതവിൻ്റെ ഡോറും കാര്യങ്ങളും ലോക്ക് ചെയ്തു. അപ്പോൾ തന്നെ അവനെ ആ ഒരു എൻ്റെ മുറിയിൽ തന്നെ കൊണ്ടിരുത്തിയിട്ട് അപ്പോഴും അവനിങ്ങനെ കരയുന്നുണ്ടായിരുന്നു. ഞാൻ കരയണ്ട, പോട്ടെ, എല്ലാം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എല്ലാത്തിനും പുറമെ അവൻ്റെ ആ നിഷ്കളങ്കതയും സത്യസന്ധതയും അതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ലൊരു പയ്യൻ, പക്ഷേ അവളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട ആവശ്യം എന്താണ്, അവൾക്ക് ഇവനെ സ്നേഹിച്ചൂടെ എന്നൊക്കെ ഞാനൊരു നിമിഷം ചിന്തിച്ചു. അങ്ങനെ ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ ആ ഒരു പില്ലോ എടുത്ത് ആ ഒരു സൈഡിലേക്ക് ചാഞ്ഞു കിടന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പോൾ അവനെ ഒന്ന് ആശ്വസിപ്പിക്കാനേ തോന്നിയുള്ളൂ. ഞാൻ അവൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് കാലിൽ ഒന്ന് തടവി കൊടുത്തു. നീ വിഷമിക്കണ്ട, നമുക്ക് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വീണ്ടും വീണ്ടും ഞാൻ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ അവൻ എൻ്റെ ആ കട്ടിലിൽ കിടന്ന് തന്നെ ഉറങ്ങിപ്പോയി. ഞാൻ ഒരു സൈഡിലായിട്ട് മാറി അങ്ങനെ ഇരുന്നു. ആ ഒരു ചായരിപ്പിൽ ഞാനും ഒന്ന് കണ്ണടച്ചു. ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണടച്ച് പെട്ടെന്ന് അവിടേക്ക് മറിഞ്ഞു വീഴാൻ പോകുന്നതൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ചെറിയ കൂർക്കമ്പലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കും കൂർക്കമ്പലിക്ക് ഒട്ടും മോശമൊന്നുമില്ല. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് അവൻ എഴുന്നേറ്റിരുന്ന് ആ ഒരു കട്ടിൽ സൈഡിലായിട്ട് മാറിയിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ആ നിമിഷം അവനോട് ചോദിച്ചു, എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നു, ഉറങ്ങുന്നില്ലേ എന്ന് പറയുമ്പോൾ അവൻ വീണ്ടും പറഞ്ഞു, ചേച്ചി എനിക്ക് ഉറക്കം വരുന്നില്ല. എന്താ ഉറക്കം വരാത്തേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ പിടിച്ച് അങ്ങോട്ട് മാറ്റി കിടത്തി. കിടന്നുറങ്ങാൻ നോക്കിച്ചേക്കാം, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്കെന്തെങ്കിലും രോഗങ്ങൾ വരും, അതുകൊണ്ടാണ് നിന്നെ ഇവിടെ കൊണ്ട് കിടത്തിയത് എന്ന് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ആ ഒരു നിമിഷം അവൻ കിടന്ന് ഉറങ്ങിപ്പോയി.
പിറ്റേന്ന് രാവിലെ ഏകദേശം ഒരു 5:30 മണിയായപ്പോൾ ഞാൻ അവനെ വിളിച്ചുണർത്തി. "നീ പെട്ടെന്ന് പോകാൻ നോക്ക്. ആരും കാണാതെ പോകുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പ്രശ്നമാവും, എനിക്കും പ്രശ്നമാകും" എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ വിളിച്ചുണർത്തി. രാവിലെ തന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അവൻ പോകുന്നവരെ എൻ്റെ മനസ്സിൽ ഒരു ശ്വാസം മേളിൽ നിൽക്കുകയായിരുന്നു. അമ്മായിമ്മയും അമ്മായിച്ചനും ഒന്നും അവിടേക്ക് വരില്ല എന്നെങ്കിലും, പക്ഷേ നാളെ ആരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കും അറിയാമായിരുന്നു. അങ്ങനെ ഈ ഒരു കഥ എൻ്റെ അവസാനിക്കുകയാണ്. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ബാലൻസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി ഭാഗത്തിനായിട്ട് ബാക്കി എന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിനി